പ്രൊഡക്ഷൻ ഫേസ് ഷൂട്ടിംഗ് സമയത്ത് കുഴപ്പമില്ലായിരുന്നു. നമ്മളിത് വിൽക്കാൻ വേണ്ടി പോകുമല്ലോ, അവിടെയാണ് പിന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഫേസ് അല്ലേ? നല്ല ഡിഫിക്കൽട്ടിയാണ്. അതിപ്പം തിയേറ്ററിൽ വെക്കുന്നതായാലും, തിയേറ്ററിൽ വെക്കുന്ന വെച്ചാൽ നമ്മൾ റിലീസ് ചെയ്യുന്നത് അതൊരു വിൽപ്പനയാണ്. അതെ അതെ. അത് തൊട്ടിട്ട് OTT സെയിൽസ് ആയാലും സാറ്റലൈറ്റ് സെയിൽസ് ആയാലും മ്യൂസിക് സെയിൽസ് ആയാലും ഓവർസീസ് സെയിൽസ് ആയാലും സെയില് എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഭീകര സംഭവമാണ്. നമ്മൾ പല ലെയേഴ്സിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കും, നമ്മൾ പോലും അറിയാണ്ട് ഒരു അബോധാവസ്ഥയിൽ വായും പൊളിച്ച് മേപ്പോട്ട് നോക്കിയിട്ട് അപ്പോഴും ദൈവത്തിനെയാണ് ഓടാണ് അപ്പോഴും ഓർക്കുന്നത്. ദൈവമേ, ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമോ, ഇത് ആരെങ്കിലുമൊക്കെ മേടിക്കുമോ, ആരെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഒരു സാധനമാണത്. അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ചും കണ്ടൊക്കെ ആൾക്കാർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു പരിപാടിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 7 രൂപയോ 8 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അസല് സിനിമ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ 10 രൂപയിൽ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ 25 രൂപ കിട്ടുമായിരിക്കും, പക്ഷെ അത് പറയാൻ പറ്റില്ല.